Tobacco use leads to cancer, heart attacks, lung disorders, and other deadly diseases. The characters shown in this film or program do not support the use of any type of tobacco products such as bidi, cigarettes, keni, zarda, etc., or their promotion in any manner. ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? പക്ഷേ വലിയ വില കൊടുക്കേണ്ടി വന്നാലോ? പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. പുകവലി നിങ്ങൾക്ക് ദോഷകരമാണ്. അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. കിഴക്കിന്റെ ഉള്ളം കയ്യിൽ തുടിക്കും ചിറാതിൽ കാലം കൊളുത്തുന്ന നാളം കാണും നേരത്ത് പുതയ്ക്കുന്ന മഞ്ഞിൽ നിന്നും പുറത്തേക്ക് പാറിക്കൊണ്ടേ പുലർപക്ഷി നീട്ടിപ്പാടി അച്ഛാദൻ കുതിക്കുന്ന തീവണ്ടിക്ക് പച്ച നിറക്കൊടിയും വീശി റെയിൽ പാതയോരം നിൽക്കും മാമരങ്ങളിൽ തലേന്നത്തെ രാവിൽ വന്ന് തല ചായ്ച്ച തെന്നൽ ജില്ലേ തുയിൽ വിട്ടുണർന്നു പാടി അച്ഛാദൻ വേഗത്തിലോടും തോറും മനസ്സിലെ നോവിൻ ചൂട് നീരാവിയായി പാറി പിന്നോട്ട് കനൽ കട്ട വേറും നെഞ്ചും കുളിർപ്പിച്ചു മീരെത്തെയും മഴച്ചാറ്റു മൂളിപ്പാടി അച്ഛാദൻ ചുരങ്ങൾ താണ്ടി ഹൈറാവിൻ തുരങ്കം താണ്ടി പെരിയാറിനോരത്തെത്തും വണ്ടിക്ക് മനസ്സിന്റെ
സീനായല്ലോ. രാവിലെ തന്നെ രണ്ടരടിക്കണ്ടായിരുന്നു. ഗ്രാൻഡ്പാ മതി, വാ പോവാ. സാറ് പിള്ളേരോടൊന്ന് കറങ്ങിച്ചു വാ. എനിക്കിത് മതി, ഞാൻ വരച്ചു വെച്ചേക്കാം. ഗുഡ് ഐഡിയ. ഞങ്ങൾ ഹാഫ് ആൻ അവറിൽ തിരിച്ചെത്തും. നമുക്ക് ഫുഡ് കോർട്ടിലേക്ക് പോകാം. രാംജി ദുർഗ എവിടെ പോയി? वो नहीं आया भाई. നഹി ആയ. ഇവൻ എവിടെ പോയി കിടക്കുവോ? മെട്രോ വർക്കുകൾ പുരോഗമിക്കുന്ന നഗരത്തിൽ ഇതുപോലുള്ള ട്രാഫിക് ബ്ലോക്കുകൾ ഇന്ന് പതിവ് കാഴ്ചയാണ്. ഇവിടെ വാഹനങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന നൂറുകണക്കിന് ആൾക്കാരുടെ നിത്യജീവിതത്തിന്റെ ഭാഗമാണ് ഇന്ന് ഈ റോഡുകൾ. അതുകൊണ്ട് തന്നെ ട്രാഫിക് ദുരിതവും അവരുടെ ജീവിതത്തിൽ അനിവാര്യമായി കഴിഞ്ഞിരിക്കുന്നു. ഓ, എപ്പ ഈ കോത്താഴത്തോട് വന്നാലും മുടിഞ്ഞ ബ്ലോക്കാ. ഇപ്പൊ എത്തിക്കാൻ നിങ്ങൾ സമാധാനപ്പെട്ടിരിക്കും കേട്ടോ. നിത്യേനയുള്ള ട്രാഫിക് ബ്ലോക്കിനെ പറ്റി എന്താണ് ചേട്ടന്റെ പ്രതികരണം? അയ്യോ, ഞാൻ പ്രതികരിച്ചോണ്ട് എന്താ കാര്യം? ഈ ബ്ലോക്ക് അങ്ങ് മാറുവോ? ഒന്ന് പോടാപ്പ അവിടെ നിന്ന്. എവിടെയെങ്കിലും പ്രശ്നമുണ്ട് ഇവന്മാര് ഇത് പൊക്കി പിടിച്ചോണ്ടെങ്കിൽ പോന്നോളൂ. ഇവനൊക്കെ വേറെ എന്തെങ്കിലും ജോലി എടുത്ത് ജീവിക്കാൻ മേലെ ബ്ലോക്കിനെ ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്നു. ആദ്യം റോഡ് നന്നാക്കാൻ പറയടാ പോയി അവരോട്, എന്നിട്ടാ എന്നെ ഉണ്ടാക്കേണ്ടത്. ഹലോ, ക്ലബ് എഫ് അല്ലേ? ഇവിടെ എൻജി റോഡില് മുറ്റ് ബ്ലോക്ക് ആണ്. എന്റെ പേരാ? എന്റെ പേര് ലാലേഷ് പി. അതെ, ഈ പ്രോഗ്രാമിൽ ഒരു ഡെഡിക്കേഷൻ പറയാൻ പറ്റുമോ? ഹലോ ചേട്ടാ, ചേട്ടൻ ഇതുവഴിയുള്ള പതിവ് യാത്രക്കാരനാണോ? എന്താ ചേട്ടന്റെ പേര്? എന്റെ പേര് ദുർഗാപ്രസാദ്. ഞങ്ങളുടെ കടവന്തരല്ല, ഞങ്ങൾ ശരിക്കും ജാർഖണ്ഡുകാരാ. അപ്പൊ നിങ്ങൾ ഹിന്ദി ആണെന്നല്ലേ? നിങ്ങൾ നമ്മളെക്കാൾ സൂപ്പറായിട്ട് മലയാളം പറയണല്ലോ ഭായി. 20 വർഷമായിട്ട് വന്നിട്ട്. ചേട്ടൻ പറയൂ, ഈ ബ്ലോക്കുകളൊക്കെ കടന്ന് കടവന്തറയിലെത്താൻ എത്ര സമയം പിടിക്കും? ഇങ്ങനെ പോയാ 1.5 മണിക്കൂർ എടുക്കും. ഇപ്പോൾ സമയം 8:30. എന്റെ പുറകിൽ കാണുന്ന ഈ തൂണുകൾ ഇവിടെ വരുന്നതിന് മുൻപ് ഇവിടെ നിന്നും കടവന്തറയിലെത്താൻ വേണ്ട സമയം വെറും 15 മിനിറ്റ് ആയിരുന്നു. ഇപ്പോൾ ആ സമയം 1 മുതൽ 1.5 മണിക്കൂർ വരെ നീണ്ടിരിക്കുന്നു. നഗരവികസനത്തിന്റെ ബലിയാടുകൾക്കിടയിൽ നിന്നും ക്യാമറമാൻ ഡിക്സനൊപ്പം വേണു. സാറേ, ഇവിടെ നിന്ന് കടവന്തറ 10 മിനിറ്റ് മതി. കട്ട്. തന്നോടാരാണോ ഇടയ്ക്കാരാൻ പറഞ്ഞത്? കടവന്തറയിൽ തന്നെ 1.5 മണിക്കൂർ വേണമെന്ന് താനല്ലോ ഇപ്പൊ പറഞ്ഞത്. സാറേ, അത് ബ്ലോക്കിൽ പോയുള്ള കാര്യമാണ് പറഞ്ഞത്. ബ്ലോക്കിൽ പോകാണ്ട് തന്റെ സൈക്കിൾ പറക്കോ? പറക്കും സാറേ. 6 മണിക്കാർക്ക് 10 മിനിറ്റ് കൊണ്ട് ഞാൻ കടവന്തറ എത്തിച്ചേരാം. മച്ചാൻ കേറിക്കോ. സംഗതി നോക്കിയാൽ വേണ്ടി നമുക്ക് ഇതൊരു സ്റ്റോറി ആച്ചാ. സാറേ, ഇത് ഷോർട്ട് കട്ടാ. സൈക്കിള് മാത്രമേ ഇതിൽ കൂടെ പോകാൻ പറ്റുള്ളൂ. ഹർത്താൽ മാർക്കറ്റോ? അതെന്താ ഹർത്താൽ മാർക്കറ്റ് എന്ന് പേര്? ഏത് ഹർത്താലിനും ഇവിടെ തിരക്കുണ്ടാവും. അത് കൊള്ളാല. സാറേ, ഇതാണ് സദ്ദാം സ്ട്രീറ്റ്. സ്ഥലം അല്പം പെശക. സാറേ, ക്യാമറ ഒന്ന് മാറ്റി പിടിച്ചു. പണി കിട്ടിയെന്ന് തോന്നുന്നു. നമ്മുടെ പുറകെ ആരും ഉണ്ടല്ലോ. അതെന്റെ ഫ്രണ്ട്സാ. മൈക്കിൾ മദന കാമരാജൻ. സിനിമയില് ജൂനിയർ ആർട്ടിസ്റ്റ്. ഇന്ന് ഏതാ പടം? Amal Neerath film. അല്ല ഭായി, ഇങ്ങനെ ചവിട്ടിയാ ടയർഡാവില്ലേ? ഇങ്ങനെ ചവിട്ടുന്നോണ്ടാ ടയർഡ് ആകാത്തത്.
ഷുഗർ ഇല്ല, കൊളസ്ട്രോൾ ഇല്ല, പ്രഷർ ഇല്ല. ഇതുപോലെ പകുതി പേര് സൈക്കിളിൽ പോയാൽ നമ്മുടെ റോഡിൽ ട്രാഫിക് ബ്ലോക്ക് മാറും. എന്റെ അഭിപ്രായത്തിൽ സൈക്കിൾ നമ്മളെ മലയാളികളുടെ ദേശീയ വണ്ടി ആക്കണമെന്നാണ്. അതിനുമായി മലയാളിയല്ലല്ലോ. കാഴ്ചയിൽ മാത്രമുള്ള സാറേ ഹിന്ദി. ഞാൻ ഫുൾ മലയാളിയാ. അത് ശരിയാ. ആ ഈ കടവന്തര എത്തി. കണ്ട കടവന്തറ. കറക്റ്റ് 10 മിനിറ്റ്. കൊള്ളാം, 10 മിനിറ്റ്. ഇതിലൊരു സ്റ്റോറി ഉണ്ട്. गोभी भाई तुम्हारे बारे में पूछ रहे थे। हाँ എടാ ദുർഗ, നീ എവിടെയായിരുന്നു? എന്താ ചോദിച്ചേട്ടാ? എന്താന്നറിയില്ല, കൈക്ക് ഒരു ബലം കിട്ടുന്നില്ല. ഡോക്ടറെ ഒന്ന് കാണിക്കണം. കാലത്ത് തന്നെ വലിച്ചു കയറ്റി കാണും. അറിയാം, എനിക്ക് വേറെ പണിയുണ്ട്. ദുർഗ, ഏക് ബാർ പ്ലീസ്, ഏക് ബാർ പ്ലീസ്, പ്ലീസ്. എടാ കഴിയാറായോ? എടാ നീ പെട്ടെന്നൊന്ന് ഇറങ്ങുന്നുണ്ടോ? അയാളിപ്പോ പടം വായിക്കാൻ വരും. ഇപ്പൊ കഴിയും. ടീമേ, ദേ അതിലൊന്നും ആളില്ല കേട്ടോ. ഏതെങ്കിലും ബാത്റൂമിൽ കയറി കാര്യം സാധിച്ചു പോവാൻ നോക്ക്. ഞാനൊരാൾ വരച്ചു തരാനുണ്ടെന്നുള്ള ധൈര്യത്തിലാണ് നിങ്ങൾ കുടിക്കണമെന്നാ എന്റെ ഭാര്യ ശീതള് പറയണത്. ഫൈൻ ആർട്സ് കോളേജിൽ പഠിക്കുമ്പോൾ ക്ലാസ്സിൽ കള്ളുടിക്കാത്ത ഒരേ ഒരാൾ ഞാനായിരുന്നു. 1ാം റാങ്ക് കിട്ടിയപ്പോ എല്ലാരും പറഞ്ഞു അടുത്ത മൈക്കിളാഞ്ചലാണെന്ന്. അന്ന് മൈക്കിളാഞ്ചലോ, ഇന്ന് കോട്ടറാഞ്ചലോ. എന്നാ ഗ്രേറ്റ് വർക്ക്, എക്സലന്റ്. താങ്ക് യു സർ, താങ്ക് യു. ദിവസേന 4 കളികൾ. എന്റെ വേടത്തി മോളെ മട്ടിച്ചാറും മണക്കണ് മണക്കണ്. ഇറങ്ങിയല്ലോ കണ്ടേ മട്ടിച്ചാറ്. ഗോപിച്ചേട്ടാ, പരിപാടി തുടങ്ങാറായി. ടി വി വെക്ക്. ഇവിടെ ദാഹം ജലം കിട്ടിയിട്ടില്ല, അപ്പോഴാണ് നിന്റെ TV. നീ തന്നെ ഇരുന്ന് കണ്ടാ മതി. എന്തൊരു കൃത്യനിഷ്ഠ! മദ്യനയത്രേ, മദ്യനയം. ശീതളെ, പരിപാടി തുടങ്ങാറായി. തുടങ്ങി. ഇന്നത്തെ സ്പെഷ്യൽ സ്റ്റോറി നഗരത്തിലെ ഗതാഗത കുരുക്കുകളെ പറ്റിയുള്ള വാർത്തയാണ് ഇനി അടുത്തത്. നമുക്ക് മടങ്ങാം സൈക്കിളിലേക്ക്.
മെട്രോ വർക്കുകൾ പുരോഗമിക്കുന്ന നഗരത്തിൽ ഇതുപോലുള്ള ട്രാഫിക് ബ്ലോക്കുകൾ ഇന്ന് പതിവ് കാഴ്ചയാണ്. അടുത്തതായി ഞങ്ങൾ ഈ ചോദ്യം ആവർത്തിച്ചത് ഒരു സൈക്കിൾ യാത്രക്കാരനോടാണ്. ഈ ബ്ലോക്ക് കടന്ന് 1 മണിക്കൂറിൽ എത്തേണ്ട സ്ഥലത്ത് വെറും 10 മിനിറ്റ് മതി അയാൾക്ക് സൈക്കിളിൽ എത്താൻ. എന്റെ പുറകിൽ കാണുന്നതാണ് ആ സൈക്കിൾ യാത്രക്കാരൻ ദുർഗാ പ്രസാദ് ഫ്രം ജാർഖണ്ഡ്. ഒരു മേൽജാതിക്കാരിയെ പ്രേമിച്ച് കല്യാണം കഴിച്ചതിന്റെ പേരിൽ ജാർഖണ്ഡിൽ നിന്നും പലായനം ചെയ്ത് 20 വർഷം മുൻപ് കൊച്ചിയിലെത്തി. ഒറ്റനോട്ടത്തിൽ ഒരു ഹിന്ദിക്കാരനാണെന്ന് തോന്നുമെങ്കിലും മനസ്സുകൊണ്ട് തനി മലയാളിയാണ് ദുർഗാ പ്രസാദ്. ഒരു പതിറ്റാണ്ടായി കൊച്ചി നഗരത്തിൽ സൈക്കിൾ ചവിട്ടുന്ന ദുർഗാ പ്രസാദ് പറയുന്നത് നഗരത്തിൽ ഏറ്റവും എളുപ്പം സഞ്ചരിക്കാൻ കഴിയുന്ന വാഹനം സൈക്കിളാണെന്നാണ്. ക്യാമറമാൻ ഡിക്സനൊപ്പം വേണു. എന്താ നോക്കുന്നത്? ഈ സന്തോഷ വാർത്ത വിളിച്ചു പറയാൻ ആരെങ്കിലും ഉണ്ടോന്ന് നോക്കിയതാ. ആരുമില്ല. അച്ഛനും അമ്മയോട് ഒറ്റയ്ക്കാ, വേഗം വാ. വെൽക്കം ജനമൈത്രി പോലീസ് സ്റ്റേഷൻ. ഇനി കാര്യങ്ങൾ വിശദമായിട്ടൊക്കെ പറ. ഒരു സമാധാനവും തരില്ല സാറേ. വെള്ളം അടിച്ച് ഭയങ്കര പ്രശ്ന. ബാറ് പൂട്ടിയ പിന്നെ മുഴുവൻ കലിപ്പ് ഞങ്ങളോടാ തീർന്നു. വെള്ളം അടിച്ച് രാവിലെ 2 അടിച്ചിട്ടാ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. കറക്റ്റായിട്ട് ഇവന്മാരുടെ വായി തന്നെ ചാടി കൊടുത്തു. കേസാക്കിയ ഇല്ല, കാശ് കൊടുത്താ ഊരാം. അതിനാ നിന്നെ വിളിപ്പിച്ചത്. അതിന് കാശൊന്നുമില്ല. ഉള്ളത് താടാ. എടാ വൈകിട്ട് തരാന്ന് പറഞ്ഞില്ലേ? ശീതലിനെ ആശുപത്രിയിലാക്കാൻ വെച്ചിരിക്കുന്ന കാശാണ് നിങ്ങൾക്ക് അറിയാമല്ലോ. എനിക്കറിയാമടാ. സർക്കാർ ആശുപത്രിയിൽ പ്രസവിക്കുന്നതിന് എന്തിനാടാ കാശ്? അവര് കാശ് ഇങ്ങോട്ട് തരും. നിന്നല്ലേ ഇന്നലെ TV കാണിച്ചത്? അതെ. നിന്റെ നാടെവിടെയാണ്? ജാർഖണ്ഡ്. ഇങ്ങോട്ട് വാടാ, കിടന്ന് കൊതറാതെ വാടാ. സോമൻ സാറെ, ഒരു മാവോയിസ്റ്റിനെ കൂടി കിട്ടിയിട്ടുണ്ട്. അകത്തേക്ക് വിട്ടേ. ചെല്ല്, ചെന്ന് കിട്ടണ മുഴുവൻ മേടിച്ച് വീട്ടിൽ കൊണ്ടുപോകും. അച്ഛാദിൻ ചെല്ല്. സാറേ, അവനെ എന്തിനാ അകത്തേക്ക് കൊണ്ടുപോയത്? താനവന്റെ ആരാ? ഞങ്ങള് കൂട്ടുകാരാ. എന്നാ ആ കൂട്ട് ഇന്നത്തോടെ നിർത്തിക്കൊള്ളാം. അതാ തനിക്ക് നല്ലത്. എന്താ സാറേ കുഴപ്പം? എടോ, ഈ ജാർഖണ്ഡിൽ നിന്ന് ബീഹാറിൽ നിന്നുള്ളവന്മാരെ ഇവിടെ മാവോയിസ്റ്റുകൾക്ക് താമസ സൗകര്യം ഒരുക്കി കൊടുക്കാൻ സാധ്യതയുണ്ടെന്ന് ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ഇവന്മാരെയൊക്കെ ഒന്ന് പേടിപ്പിച്ച് നിർത്തിയില്ലെങ്കിൽ നാളെ ഞങ്ങൾ പോലീസുകാർക്ക് തലവേദനയാവും. മുളയിലേ നുള്ളണം. സാറ് അകത്ത് നുള്ളണേണ്. മാവോയിസ്റ്റ് ആണല്ലേടാ മാവോയിസ്റ്റ്. അടുത്തേക്ക് വാടാ. നീ ആരടാ? ഷാരൂഖ് ഖാനാ? കഴുത്തി ഷാളൊക്കെ ചുറ്റി നടക്കാൻ. അഴിച്ചു മാറ്റടാ നിന്റെ പൊന്നാടാ. ഇവനെ കണ്ടിട്ട് ഒരു വരത്തന്റെ ലുക്കില്ലല്ലോ സാറേ. എവിടെ നിന്ന് കിട്ടിയടാ ഈ വേഷം? എന്റെ ഭാര്യക്ക് ഞാൻ ഇതിടുന്നതാണ് സാറേ ഇഷ്ടം. നല്ല ഡ്രസ് സെൻസ് ഉള്ള ഭാര്യ അല്ല സാറേ? എടാ സത്യം പറ, നീ മാവോയിസ്റ്റ് ആണോ? അല്ല സാറേ. ആവരുത്. ഈ തോമസ് സാറിന്റെ ഒരു കാര്യം. ബീഹാറും ബംഗാളും പോലെയല്ല കേരളം. ഇത് ദൈവത്തിന്റെ സ്വന്തം നാടാണ്. ഇവിടെ കിടന്ന് പഴപ്പണിച്ചോണ്ടല്ലോ നിന്റെയൊക്കെ നട്ടലുരിഞ്ഞ അത്തകളോട് ആരാം സാറേ? പറഞ്ഞു കേട്ടില്ല. സാറ് പറഞ്ഞേക്കാതെ ഇവിടെ അങ്ങനെ നടന്ന നിന്നെയൊക്കെ ചവിട്ടിക്കൂട്ടി നിന്നെയൊക്കെ നട്ടല് ഞാൻ ഓടിക്കും. എല്ലാരും പൊക്കോ പൊക്കോ. നീയും ചാടാ. മലയാളം വായിക്കാനും എഴുതാനും പഠിച്ചു. എല്ലാ ഓണത്തിനും പൂക്കളും ഇടും. മമ്മൂട്ടിന്റെയും മോഹൻലാലിന്റെയും സിനിമ ഇറങ്ങുന്ന ദിവസം കാണും. ഈ നാടിനെ സ്നേഹിച്ചിട്ട് കാര്യമില്ല. पर हमें सब यहाँ बाहर का समझते, कोई हमें अपना नहीं मानता. മലയാളത്തിൽ പറ. അവൻ മലയാളം പഠിക്കട്ടെ. നമ്മുടെ മോൻ മലയാളം പഠിക്കണം. നമ്മൾ പെട്ട കഷ്ടപ്പാടൊന്നും അവനുണ്ടാവൂല. നീ നോക്കിക്കോ. എന്താടാ ചവിട്ടി
കിടാവൂ നല്ല കോമള താമര പൂവിൽ നിറഞ്ഞ മധുവോ പരിപൂർണേന്ദു തന്റെ നിലാവോ. നാട്ടിലൂടെ കളിയാടിയോടും ഇരുചക്രമുള്ള ശകടം അതിലേറ്റിടുന്ന പുതു പൊൻകിനാക്കളതും എന്തു വർണ്ണ ശബളം. വളമുണ്ടേ തിരിവുണ്ടേ പാതാളക്കുഴിയുണ്ടേ അത് താണ്ടിട്ടപ്പുറമെത്താണീയൊരു ജീവിത സഞ്ചാരം. നാട്ടിലൂടെ കളിയാടിയോടും ഇരുചക്രമുള്ള ശകടം അതിലേറ്റിടുന്ന പുതു പൊൻകിനാക്കളതും എന്തു വർണ്ണ ശബളം. പറക്കും മോഹവിമാനമിരമ്പണ നീലാകാശം നിരത്തിൽ വേരുപിടിച്ചു കിടക്കണ വാഹനജാലം. തൂണിന്റെ പാലം പാലം മീതെ പാളം അതിനു മുകളിൽ ഒരു പുതിയ ജലനം. അത് കാലത്തിന്റെ താളം മാറ്റത്തിന്റെ ചൂളം വളരുന്ന ഗരമതിനിടയിലിടവഴിയിൽ ഇട്ടുപിനാവുകൾ ചേർത്തു പിടിച്ചൊരു സഞ്ചാരം. കല്ലലറിഞ്ഞൊരു സഞ്ചാരം. നാട്ടിലൂടെ കളിയാടിയോടും ഇരുചക്രമുള്ള ശകടം അതിലേറ്റിടുന്ന പുതു പൊൻകിനാക്കളതും എന്തു വർണ്ണ ശബളം. തനിച്ചി പാതയിലൂടിനിയോടണം ഒരു പിടി ദൂരം. തിരക്കിൽ ഇല്ലയൊരാൾക്കും ഒരിത്തിരി പരിചയഭാവം. പിറന്നൊരു നാടും മറന്നിന്റെ കൂടും ഇവനു നഗരം ഇതൊര ഭയം. ഇവിടെയിൽ തുളിരുള്ള കാറ്റും കടലിന്റെ പാട്ടും കരളു കഴുകി തുണയരുളിയൊഴുകും. അത് നല്ല ദിനം വരുമെന്ന പ്രതീക്ഷകൾ നെഞ്ചോരം ചേർത്തു പിടിച്ചൊരു സഞ്ചാരം. നാട്ടിലൂടെ കളിയാടിയോടും ഇരുചക്രമുള്ള ശകടം അതിലേറ്റിടുന്ന പുതു പൊൻകിനാക്കളതും എന്തു വർണ്ണ ശബളം. വളമുണ്ടേ തിരിവുണ്ടേ പാതാളക്കുഴിയുണ്ടേ അത് താണ്ടിട്ടപ്പുറമെത്താണീയൊരു ജീവിത സഞ്ചാരം. ഒന്ന് 3 പേരും ഉണ്ടല്ലോ. എന്താ എല്ലാ പടത്തിലും പോലീസാണ്? കഴിഞ്ഞ போலீஸ் ரோல் துல்கர் இது நம்ம லாலட்டம் படம் ஒரு சின்ன பிக்கெட்டிங் சீன். அண்ணே நீங்க எங்க போற? ഞങ്ങൾ ആശുപത്രി പോവാ. അപ്പൊ ശരിയണ്ണേ, ഇപ്പൊ പോയില്ലെങ്കിൽ രാവിലത്തെ മുട്ടക്കറി അപ്പം മിസ്സാവും. ബ്ലഡ് യൂറിൻ ഏതാവത് തേവപ്പെട്ട കൂപ്പിടുങ്ങണ്ണേ. അപ്പൊ ശരിയണ്ണേ, പാക്കലാണേ. ഓ തന്നേ തീരൂ തന്നേ തീരൂ സ്വകാര്യ പ്രാക്ടീസ് തന്നേ തീരൂ 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 തന്നേ തീരൂ തന്നേ തീരൂ സ്വകാര്യ പ്രാക്ടീസ് ഇവിടെ എന്താ പ്രശ്നം കണ്ടില്ലേ? ഇന്ന് 6 മണി വരെ കേരളത്തിലെ കംപ്ലീറ്റ് സർക്കാർ ഡോക്ടർമാരും സമരത്തിലാണ്. ഞങ്ങളോട് ഇന്ന് അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടർ. ഏത് ഡോക്ടർ? ശിവദാസൻ ഡോക്ടർ, ഗൈനക്കോളജിസ്റ്റ്. കൊള്ളാം, അങ്ങേരല്ലേ ആ ഡോക്ടർമാരെ സമരത്തിന്റെ നേതാവ്? തന്നേ തീരൂ തന്നേ തീരൂ സ്വകാര്യ പ്രാക്ടീസ് തന്നേ തീരൂ. അവിടെ പോയിരുന്നോ? ഡോക്ടർമാരുടെ സമരത്തിനെതിരായിട്ടേ രോഗികളുടെ സമരം നടക്കുക. മോളി ചേച്ചിയാണ് നിങ്ങളുടെ നേതാവ്. തന്നേ തീരൂ തന്നേ തീരൂ സ്വകാര്യ പ്രാക്ടീസ് തന്നേ തീരൂ. സ്വകാര്യ പ്രാക്ടീസ് തന്നേ തീരൂ.
പ്രാക്ടീസ് തന്നേ തീരൂ മരുന്ന് ഞങ്ങൾക്ക് തന്നേ തീരൂ. ഇനി എന്നെ തൊണ്ട വയ്യ, ആരെങ്കിലും വിളിക്കും. നാട്ടിലെ പ്രൈവറ്റ് ആസ്പത്രി പട്ടി വരണ പോലെ പെരുകണത്. അന്ന് ഇന്ന് സർക്കാർ ആസ്പത്രി എണ്ണ അത് തന്നെ. സ്വകാര്യ പ്രാക്ടീസ് ഒരു കോമ്പറ്റീഷൻ സ്പിരിറ്റില്ലാത്ത ഉളുമ്പ് സർക്കാരും അതിന് പറ്റിയ കുറെ ഡാക്കാറ്റർമാരും 100 ഫിഗേഴ്സ് തന്നേ തീരൂ. എന്താണ് മക്കളുടെ പേര്? എന്റെ പേര് ദുർഗ, ഇത് ശീതൾ. മോന്റെ നാട് എവിടെയാണ്? ജാർഖണ്ഡ്. ആ, അവിടെ എന്റെ നാത്തിന്റെ വാള കൊടുത്തിട്ടുണ്ട്. കാക്കനാട് എവിടെയാണ്? കാക്കനാടല്ല, ജാർഖണ്ഡ്, നോർത്ത് ഇന്ത്യയിലെ ഒരു സ്ഥലത്തിന്റെ പേരാ. ആണാ? എനിക്ക് തമിഴ്നാട്ടിലെ സ്ഥലങ്ങളൊന്നും അറിയാൻ പാല കേട്ടാ. അയ്യോ ശീതൾ. മോനെ ദുർഗേ, ഇത് സീൻ കോൺട്രേട്ടാ. നീ പോയ സമരക്കാട് പെട്ടെന്ന് നിങ്ങൾ വരാൻ പറ. ചേച്ചി ഒന്ന് നോക്കിക്കോളൂ. ആ മോളെ അയ്യോ. ഡോക്ടർ, എന്റെ ഭാര്യക്ക് തീരെ ഡോക്ടർ അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവര് സമാധാനമായിട്ടൊന്ന് സമരം ചെയ്തോട്ടെ. മാറിക്കേ, അങ്ങോട്ടൊന്ന് മാറാൻ. പേഷ്യന്റിനകത്തേക്ക് കിടത്തിക്കുന്നു. പൊക്കോ. സമരം വിളിക്കാൻ നോക്കുന്നോ? സർ, ഷീ ഈസ് ബ്ലീഡിംഗ്. ഐ ഹാവ് ടു അറ്റൻഡ് ഹർ. സർ, നിങ്ങൾ പേഷ്യന്റിനെ എത്രയും പെട്ടെന്ന് നല്ലൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ എത്തിക്കണം. വേഗം, ഒട്ടും സമയങ്ങളെ. സർ പ്ലീസ്. നിങ്ങൾ ഹസ്ബൻഡാണോ? കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ഉടനെ സിസേറിയൻ വേണ്ടി വരും. OT അവൈലബിൾ അല്ലേ? യെസ് സർ. മേക്ക് അറേഞ്ച്മെന്റ്. ഷുവർ സർ. ഓക്കെ, വരൂ. ഇവിടുന്ന് നേരെ പോയി വലത്തോട്ട് തിരിഞ്ഞ ക്യാഷ് കൗണ്ടർ കാണാം. അവിടെ വെയിറ്റ് ചെയ്താൽ മതി. ശീതൾ, ശീതളിന്റെ ബൈസ്റ്റാൻഡർ അല്ലേ? സിസേറിയൻ അല്ലേ? 1,20,000. 1,20,000. चंदा है तू. ഹലോ സാർ, എന്റെ 10,000 ഉള്ളൂ. നിങ്ങൾ ആ ഡോക്ടറെ കണ്ടൊന്ന് സംസാരിച്ചു നോക്ക്. എന്താ പേര് പറഞ്ഞേ? ദുർഗ. ദുർഗ, എന്റെ ഫീസ് ഞാൻ വേണ്ടാന്ന് വെക്കാം. എന്നാലും 1,00,000 രൂപ കിട്ടിയാലേ സർജറി നടക്കത്തുള്ളൂ. ഡോക്ടർ, എന്റെ കാര്യം? ഇടൂ, തന്റെ ഭാര്യയുടെ പ്രസവം താൻ കാണുന്നതിൽ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ ലേബർ റൂമിനകത്ത് കയറുമ്പോൾ മനഃശക്തി വേണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞു. 2 തവണ മിസ്റ്റർ കേരള ആയിരുന്ന ആളാണ് സാർ ഞാൻ. അപ്പൊ താമന്ന് നിന്നോ. താങ്ക് യു സാർ. റോസി, ഡോക്ടർ സമ്മതിച്ചു. നിങ്ങളുടെ വൈഫിന്റെ കണ്ടീഷൻ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അവർക്ക് ഹെവി ബ്ലഡ് ലോസ് ഉണ്ടായിട്ടുണ്ട്. ഇത്രയും കാലത്തെ ട്രീറ്റ്മെന്റിന് ശേഷം ഉണ്ടായ പ്രഗ്നൻസി ആയതുകൊണ്ട് വളരെ നമ്മൾ സൂക്ഷിക്കണം. വേറെ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഡോക്ടേഴ്സ് അറ്റൻഡ് ചെയ്യുന്ന സർജറി ആയതുകൊണ്ടാണ് ഈ എമൗണ്ട് ആവുന്നത്. ഡോക്ടർ ഇവിടെ. ദുർഗ, 2 മണിക്കൂറിനുള്ളിൽ സർജറി നടന്നില്ലെങ്കിൽ കാര്യങ്ങൾ നമ്മുടെ കൈവിട്ടു പോകും. ഈ ഒരു കണ്ടീഷനിൽ പേഷ്യന്റിനെ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാന്ന് വെച്ചാലും റിസ്ക് ആണ്. എന്തായാലും പെട്ടെന്ന് വേണം. ഗുഡ് ലക്ക്.
കോഴിച്ചേട്ടാ ആ പറയട്ടെ ദുർഗേ. എനിക്ക് 1 ലക്ഷം രൂപ വേണം, ഇപ്പൊ തന്നെ വേണം. എന്താ വഴി? അങ്ങനെ ഒരു വഴി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്നേ ആ വഴി പോയേനെ. നീ കാര്യം പറ. ശീതളിന് സിസേറിയൻ വേണം. 12 മണിക്ക് മുമ്പ് 1 ലക്ഷം രൂപ ആശുപത്രി കെട്ടണം. അയ്യോ കൊഴിഞ്ഞല്ലോടാ, എന്റെ അവസ്ഥ നിനക്കറിയാലോ. പണിയില്ല, ഞാനിവിടെ സമയം കളയാനായിട്ട് ആ ബർഗർ കടമ്പോലായിട്ട് പടം വരച്ചോണ്ടിരിക്കുക. ഞാനിനി എന്ത് ചെയ്യും ഗോപിച്ചേട്ടാ? നീ സമാധാനമായിട്ടിരിക്കും, എന്തെങ്കിലും വഴിയുണ്ടാവും, നമുക്ക് നോക്കാം. Camera. Planning. Action. ഹലോ മൈക്കിളെ. മൈക്കിളെ, എനിക്ക് കുറച്ച് കാശ് വേണം. നിന്റെ കാണുമോ? 1 ലക്ഷം. മன்னிச்சிடுங்க சார். ഹലോ. എടാ ദുർഗെ, കാശി ശരിയായടാ? ഇല്ല. ടൗൺ ഹാളിൽ ഇന്ന് മുഖ്യമന്ത്രി വരുന്നുണ്ട്, ജനസമ്പർക്ക പരിപാടി. നീ അങ്ങനെ പോയി ഒന്ന് കാണ്. ശുദ്ധനാണ്, അപേക്ഷയിൽ കണ്ണീരേണ്ട, അങ്ങേരെ സഹായിക്കും. അതൊക്കെ പെട്ടെന്ന് നടക്കുമോ ഗോപിച്ചേട്ടാ? എടാ നമ്മുടെ മുന്നിൽ വേറെ വഴിയിലടാ, നീ സമയം കളയാതെ ചെല്ല്. അല്ല സഖാവേ, നമ്മൾ ഈ മുഖ്യമന്ത്രി പോകുന്നിടത്തൊക്കെ കരിപൊടി കാണിക്കുന്നത് ശരിയാണോ? ഒന്നുമില്ലെങ്കിലും കുറെ പാവപ്പെട്ട ജനങ്ങൾക്ക് സഹായം കിട്ടുന്ന ഏർപ്പാടല്ലേ? സഹായം തേടി വരുന്നവർ ആരെയും നമ്മൾ തടയുന്നില്ല. പക്ഷേ ഭരിക്കുന്നവനും ഭരിക്കപ്പെടുന്നവന്റെയും ഇടയിൽ ഒളിമറ പാടില്ല എന്നുള്ളത് നമ്മുടെ പാർട്ടിയുടെ പ്രത്യയശാസ്ത്രമാണ്. അതിലുപരി അത് നാടിന്റെ ആവശ്യമാണ്. ആ പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുടെ ശബ്ദമാണ് നമ്മൾ ഇവിടെ ഉയർത്തുന്നത്. മനസ്സിലായ തനിക്ക്? ഓ, സാറേ, മുഖ്യമന്ത്രി ഒന്ന് കാണണമായിരുന്നു. മിനിസ്റ്ററെ കാണാനാണെങ്കിൽ ആ കൗണ്ടർ ചെന്ന് ടോക്കൺ എടുത്തിട്ട് അകത്തിരുന്നോളൂ. സാറേ, മന്ത്രി എപ്പോ കാണാൻ പറ്റും? എത്രയാ ടോക്കൺ നമ്പർ? 520. വൈകിട്ട് ഒരു 4-5 മണിയാവും. പേരെന്താ? സാറേ, വണ്ടി ഇടിച്ചു വന്ന സെക്യൂരിറ്റിക്കാരന്റെ ഭാര്യയാണ് സാറേ. മന്ത്രി ആശുപത്രി വന്നപ്പോ ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്യാന്ന് പറഞ്ഞ സാറേ, ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. CM-നെ ഒന്ന് കാണാൻ പറ്റുമോ സാർ? ചീഫ് സെക്രട്ടറിയുടെ ഭാര്യയൊന്നും അല്ലല്ലോ, സെക്യൂരിറ്റിക്കാരന്റെ ഭാര്യയല്ലേ? വിളിച്ചോണ്ട് പോടാ. ചോദിച്ചേട്ടാ, ഇപ്പോഴൊന്നും മുഖ്യമന്ത്രിയെ കാണാൻ പറ്റുമെന്ന് തോന്നണില്ല. ഇവിടെ ഭയങ്കര തിരക്കാ. നീ ഒരു പണി ചെയ്, ജനമൈത്രി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അവിടുത്തെ SI നീ കാര്യം പറ. SI വിചാരിച്ച മന്ത്രിയെ പെട്ടെന്ന് കാണാൻ പറ്റുമോ? ഇടാ, പോലീസുകാർ വിചാരിച്ച ശബരിമലയിൽ ഇരിക്കുന്ന അയ്യപ്പനെ വരെ ക്യൂ നിൽക്കാതെ കാണാൻ പറ്റും. പിന്നെയാണോ മുഖ്യമന്ത്രി? നീ ഒരു 500 രൂപ അയാളുടെ കയ്യിൽ പിടിപ്പിക്കും, കാര്യം ഷൂ നടക്കും. ഓക്കെ? സാറേ, SI ഉണ്ടോ? അകത്തുണ്ട്. ഹലോ, ആരാ? എന്താ കാര്യമൊന്ന് വ്യക്തമായിട്ട് പറയൂ. എടോ, നമ്മുടെ നാട്ടിൽ CM-ന് പ്രൊട്ടക്ഷന്റെ ആവശ്യമൊന്നുമില്ല. എന്നിട്ട് ഒരു ലോഡ് പോലീസിനെ അവിടെ ഇറക്കുമതി ചെയ്തിരിക്കുക. ഇവിടെ ആണെങ്കിൽ ഞാൻ 4-5 പോലീസുകാർ മാത്രമേ ഉള്ളൂ. സാറേ, ആ നീയാ?
എന്താടാ? എന്റെ ഭാര്യ ആശുപത്രിയിലാണ് സാറേ. എന്താ സംഭവിച്ചത്, ആരാ പ്രതി എന്നൊക്കെ കാണിച്ച് ഒരു പരാതി എഴുതാം. സാറേ അടിപിടിയൊന്നുമല്ല, പ്രസവത്തിന് കൊണ്ടുപോയതാ. അതെന്താ അടിപിടിയല്ലേ? അപ്പൊ പ്രതി ഇവൻ തന്നെ. പൊടി. ഓപ്പറേഷൻ ചെയ്യാൻ 1 ലക്ഷം രൂപ വേണമെന്നാ ഡോക്ടർ പറഞ്ഞു. നീ അപ്പൊ പോലീസിലേക്ക് കടം ചോദിക്കാൻ വന്നാ? അല്ല സാറേ, ജനസമ്പർക്ക പരിപാടിയിൽ മുഖ്യമന്ത്രിനെ കാണാൻ പറ്റിയ സഹായം കിട്ടുമെന്നാ പറയണേ. അതിന് 2 മണിക്കൂറിൽ ഓപ്പറേഷൻ നടത്തും. സാറ് വിചാരിച്ച എനിക്ക് മുഖ്യമന്ത്രിനെ കാണാൻ പറ്റും. വെറൈറ്റി പരാതിയാണല്ലേ. CM-നെ അങ്ങനെ നേരത്തെ കാണാൻ പറ്റത്തില്ല. നിനക്ക് കാശ് കിട്ടിയാ പോരെ? അതിനുള്ളൊരു വഴിയുണ്ട്, നീ വാ. ആടാ ഇവരെല്ലാം വാണ്ടഡ് ക്രിമിനൽസാ, സർക്കാരിന് വേണ്ടപ്പെട്ട ആളുകൾ. എല്ലാരും കണ്ടല്ലോ. നീ പോയി ഇതിൽ ഏതെങ്കിലും ഒരുത്തനെ പിടിച്ചോണ്ട് വാ. നിനക്ക് ആവശ്യമുള്ള കാശ് സർക്കാർ തരും. ഈ തോമസ് സാറിന്റെ ഒരു കാര്യം. ചെല്ലേ, വേഗം പോയി പിടിച്ചോണ്ട് വാ. 2 മണിക്കൂറിനുള്ളിൽ ഓപ്പറേഷൻ നടത്തേണ്ടല്ലേ? ചെല്ലേ. എന്താണ് നീ കാണിച്ചത്? SI സോമന് കൈക്കുഴി വെച്ച് നിർത്തോടാ. ഇനി ഇവിടെ നിന്നാ നിന്റെ ഭാര്യയുടെ 16 കഴിഞ്ഞ് നീ പുറം ലോകം കാണൂ. ഓടാ. എടാ പുറത്തോട്ടിറങ്ങി ചാവോടാ. തോമസ് സാറിന് കൈക്കൂലി കൊടുക്കണം. ഏതായാലും നീ ആശിച്ചു വെച്ച് നീട്ടിയല്ലേ, ആ കാശ് അവിടെ വെച്ചിട്ട് പൊയ്ക്കോ. ഓ ദുർഗ, 2 മണിക്കൂറിനുള്ളിൽ സർജറി നടന്നില്ലെങ്കിൽ കാര്യങ്ങൾ നമ്മുടെ കൈവിട്ടു പോകും. എന്തായാലും പെട്ടെന്ന് വേണം. സർ, ഇവരെല്ലാം വാണ്ടഡ് ക്രിമിനൽസാ, സർക്കാരിന് വേണ്ടപ്പെട്ട ആളുകൾ. നീ പോയി ഇതിൽ ഏതെങ്കിലും ഒരുത്തനെ പിടിച്ചോണ്ട് വാ. നിനക്ക് ആവശ്യമുള്ള കാശ് സർക്കാർ തരും.
വേഗം പോയി പിടിച്ചോണ്ടോ.